ആന്ധ്രാപ്രദേശിൽ NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയും പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയുമായും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കൂടി ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതേസമയം ഒഡീഷയിൽ മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വൈകിട്ട് 4:30 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. എസ് നന്ദഗോപനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. നന്ദൻ, NDA സർക്കാർ ആന്ധ്രയിലും BJP സർക്കാർ ഒഡീഷയിലും സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുകയാണ്. ആന്ധ്രയിൽ വിവരങ്ങൾ. ആന്ധ്രാപ്രദേശിന്റെ 19ാമത് മുഖ്യമന്ത്രിയായാണ് തെലുങ്കുദേശം പാർട്ടി അധ്യക്ഷൻ N. ചന്ദ്രബാബു നായിഡു അധികാരമേറ്റത്. ഇത് 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. NDA സഖ്യമാണ് അവിടെ ഭരണത്തിലേക്ക് എത്തുന്നത്. സഖ്യത്തിലെ പ്രധാന സഖ്യകക്ഷിയായ ജനസേന പാർട്ടി അധ്യക്ഷൻ പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതേപോലെ തന്നെ BJPക്ക് ഒരു മന്ത്രിപദമാണ് നൽകിയിരിക്കുന്നത്. സത്യകുമാർ യാദവാണ് BJPയിൽ നിന്നുമുള്ള ഏക മന്ത്രി. 25 അംഗ മന്ത്രിസഭയാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ 25 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതേപോലെ തന്നെ മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, അതേപോലെ തന്നെ BJP ദേശീയ അധ്യക്ഷൻ കൂടിയായ JP നദ്ദ, മറ്റ് ഘടകകക്ഷി മന്ത്രിമാർ, അതേപോലെ തന്നെ തമിഴ്, തെലുങ്ക്, ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വേറിട്ട് നിന്നു. 175 അംഗ നിയമസഭയിൽ NDAക്ക് 164 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. വലിയ ഭൂരിപക്ഷത്തോടെയാണ് YSR കോൺഗ്രസിനെ താഴെ ഇറക്കിക്കൊണ്ട് അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരമേറ്റത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഒഡീഷയിൽ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 24 വർഷത്തെ ബിജു ജനതാദൾ സഖ്യം തകർന്നടിച്ചു. അവിടെ നവീൻ പട്നായിക്കിന്റെ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ആണ് അവിടെ BJP അധികാരത്തിലേക്ക് എത്തിയത്. 78 അംഗ MLA-മാരുടെ ഭൂരിപക്ഷത്തിലാണ് ഇന്നിപ്പോൾ BJP സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നത്. അവിടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലും നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ, അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ അവിടെയും പങ്കെടുക്കും. മോഹൻ ചരൺ മാഞ്ചിയെയാണ് ഒഡീഷ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചത്. അവിടെ മുതിർന്ന നേതാക്കൾ അവിടെ പങ്കെടുത്തുകൊണ്ടാണ് അവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചിരുന്നത്. 2 ഉപമുഖ്യമന്ത്രിമാരെയും തെരഞ്ഞെടുത്തിരുന്നു. കനകവർദ്ധൻ സിംഗ് ദിയോയും പ്രഭതി പരിധിയുമാണ് ഒഡീഷയുടെ ഉപമുഖ്യമന്ത്രിമാരാകുന്നത്. ഒരു വനിതാ ഉപമുഖ്യമന്ത്രി. സ്വാഭാവികമായും ഭാരതത്തിന്റെ നാരീശക്തി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ഊർജം പകരുന്നതാണ് ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളത്. ഏതായാലും അവിടെയും വലിയ ആഘോഷങ്ങളാണ് ഒഡീഷയിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 24 വർഷം ഒഡീഷയുടെ നഷ്ടപ്പെട്ട വർഷങ്ങൾ എന്ന രീതിയിലായിരുന്നു BJPയുടെ പ്രചരണം. അവിടെ പ്രധാനമന്ത്രി എത്തി വലിയ റോഡ് ഷോയ്ക്ക് ശേഷമാകും ഒഡീഷയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.